ൊന്നും അല്ലേ അല്ല നമ്മുടെ വഴിയുടെ പരിഗണിക്കാൻ ഗ്രാമസഭ ഏത് കേസാ കിടക്കുന്ന അവര് പറമ്പിൽ അവരുടെ പറമ്പ് എടുത്തിരിക്കുന്നതല്ല. അല്ലാതെ തൊണ്ടിനൊന്നല്ലോ തൊണ്ട് പഞ്ചായത്തിന്റെ ഭാഗമല്ല തൊണ്ട് ഞാൻ ഉണ്ടുണ്ട്. അത് ഈ തൊണ്ടിന്റെ ബാക്കി തൊണ്ടാണ് മേലോട്ട് കിടക്കുന്ന വഴിയില്ലേ? അതെ, ഈ തൊണ്ടിന്റെ ബാക്കി അത് ആ വഴിയല്ലേ കയ്യാല് വെപ്പിക്കാഞ്ഞ ഇതിന്റെ താഴോട്ടുള്ളതുകൊണ്ട് അങ്ങോട്ടാ കിടക്കുന്നത്. അല്ല, ഇത് നന്നാക്കുന്നതിന് കേസുമായിട്ട് ബന്ധമൊന്നുമില്ല. കാരണം ഇത് പഞ്ചായത്തിന്റെ തൊണ്ട്, അതിന് അവർക്ക് അവകാശമൊന്നുമില്ല. അത് നന്നാക്കാൻ ആ പഞ്ചായത്തിന് അധികാരമുള്ളൂ. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മീനടം ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ്. അപ്പം ഞാൻ ഈ വഴിയുടെ പ്രശ്നം ചെയ്ത ഇതൊരു 2ാം വാർഡാണ്, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡാണ്. അപ്പം 2ാം വാർഡിലെ മെമ്പർ പ്രസാദ് നാരായണനാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം, ഇതിൻ്റെ വിവരങ്ങളൊന്നും തരാം. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മീനടം ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം വാർഡ് കടുപ്പിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു 8-10 വീട്ടുകാർക്ക് ഒരു വഴിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ടാണ് ഞാനിവിടെ വരെ വന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇത് കടുപ്പിപ്പടിയാണ്. ഇവിടുന്ന് വലത്തോട്ട് ഈ ഒരു തൊണ്ടാണ്. ഇത് ഏറെക്കുറെ 10-200 മീറ്ററിന് മുകളിലുണ്ട്. ഇവിടെ 8 വീട്ടുകാരോളം ഇതിനുള്ളിൽ താമസിക്കുന്നുണ്ട്. ഇതിലെ നടപ്പ് തന്നെ നിങ്ങൾക്കറിയാം, 2 സൈഡിലും കയ്യാലയുണ്ട്. അതുതന്നെയല്ല, കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ്. അപ്പം വെള്ളക്കെട്ട് നമ്മൾ കാലേ വെള്ളം പറ്റാതെ ഇപ്പുറത്തൂടെ കിടക്കണമെന്നുണ്ട്, ചെളിയൊക്കെ പറ്റാതെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വീട്ടുകാരുടെ കയ്യാല വഴി കയറിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ആ കല്ലൊക്കെ ആണെങ്കിലും മൊത്തം ഇടിഞ്ഞു കിടക്കുകയാണ്. ഈ വെള്ളക്കെട്ടിന് യാതൊരു പരിഹാരവും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അത്ര ഭാഗം കുഴിഞ്ഞു കിടക്കുകയാണ്. ഈ കയ്യാല വഴി വേണം ഈ വീട്ടുകാർ മുഴുവൻ, ഈ 8 വീട്ടുകാർ ഇതിലെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ അവർക്കൊരു വാഹനം കൊണ്ട് പോലും വീട്ടിൽ ചെല്ലാൻ പറ്റുകയില്ല. ഒരു 2 വീലർ പോലും, ഇത് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ഒരു സ്കൂട്ടർ ആണെങ്കിലും അവരുടെ വീടിൻ്റെ വാതിൽക്ക് എത്താം. ഇതുകൊണ്ട് ഇവിടെ അതിഭയങ്കരമായ മഴ പെയ്യുമ്പോഴത്തേന് അതുപോലെ വെള്ളക്കെട്ടാണ്. മുകളിൽ നിന്ന് ഊറ്ററവയാണ് ഈ വരുന്നത്. ഇവിടുന്ന് ഇടത്തോട്ടൊരു തൊണ്ടുണ്ട്. ആ തൊണ്ട് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. പകലും രാത്രിയിലും എല്ലാം ആൾക്കാർ സഞ്ചരിക്കുന്നതാണ്. കുട്ടികളടക്കം ഇതിലെയാണ് പോകുന്നത്. പാമ്പിൻ്റെ ശല്യം വേറെ. പല കുട്ടികൾക്കും രാത്രി പോകാൻ പേടിയാണ്. മാതാപിതാക്കൾ തന്നെ കൊണ്ടുവിടണം. ഈ വെള്ളത്തിൻ്റെ അതോടെ ഈ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുടെ ചെരുപ്പ് അവർക്ക് കാലിൽ ഇടാൻ പറ്റത്തില്ല. കാരണം ഇതെപ്പോഴും വെള്ളമാണ്. അതുപോലെ ഇവിടെ ജലനിധിയുടെ പൈപ്പിൻ്റെ ലൈനാണ് ഈ സൈഡിൽ കിടക്കുന്നത്. അതുപോലെ ഈ മഴ പെയ്യുന്ന സമയത്തെല്ലാം ഇവിടുത്തെ കയ്യാലെല്ലാം ഇടിഞ്ഞ് ഇങ്ങോട്ടാണ് വീഴുന്നത്. അപ്പോൾ ഒരു 50 വർഷക്കാലമായിട്ട് ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുക എന്ന് പറയുമ്പോഴത്തേന് നിങ്ങളെല്ലാം ഒന്ന് ഓർത്ത് നോക്കുകയാണ്. എൻ്റെ കയ്യാൽ ഇടിഞ്ഞ് കിടക്കുകയാണ്. ഇതൊന്നും പരിഹാരമില്ല. ഇവർക്കൊക്കെ ഈ സൈഡിലുള്ള വസ്തുവുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ ഒരുപാട് വസ്തുവുള്ളതാണ്. 3-4 സെൻറ്റിൻ്റെ അകത്ത് വീട് വച്ചിരിക്കുന്ന പാവങ്ങളാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. ഇവിടെ ഞാനൊന്ന് എത്തിപ്പെടാൻ ഞാൻ തന്നെ പാടുപെട്ട്. കാരണം നിങ്ങൾക്കറിയാം, അതുപോലെ കാല് ചവിട്ടുമ്പോഴെല്ലാം കാല് താന്നു പോവുകയാണ്. ഇതിലെ വേണം കുട്ടികൾ, അത് 2 സൈഡും ഒരാൾ പൊക്കത്തിന് മുകളിൽ കയ്യാലെ. അന്നേരം ഇത് പകലത്തെ കാര്യമാണ്. രാത്രിയിലാവുമ്പം എങ്ങനെ വരുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടെ ഒരു മേലായിക, ഇവർക്ക് അവരുടെ ആർക്കെങ്കിലും എന്തെങ്കിലും മരണമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവിടുന്ന് ബോഡി കൊണ്ടുപോകുന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഈ 200-250 മീറ്റർ ഈ ചെളിക്കകത്തോടെ കൊണ്ട് ഇവർക്ക് വേറെ യാതൊരു പോംവഴിയില്ല. ഇതൊരു വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ്. അതുപോലെ ഈ തൊണ്ട് നേരെ ചെന്ന് കയറുന്നത് മറ്റൊരു റോഡിലാണ്. ഇവിടുന്ന് ഏറെക്കുറെ ഒരു 100 മീറ്ററോളം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ വഴിയിലും എത്താത്തുള്ളൂ. അപ്പം 2 വഴിയിലോടൊന്നും ഈ സ്ഥലത്ത് ഇവരുടെ വീട്ടുകാർക്ക് യാതൊരു നിർവാഹവും ഇല്ല. ഒരു ഗ്യാസ് കുറ്റി വന്നു കഴിഞ്ഞാൽ ഗ്യാസ് കുറ്റി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ വീട്ടിലെ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടുന്ന് ചുമന്നുകൊണ്ട് വേണം വരാൻ വേണ്ടി. ഈ ചെള്ളക്കകത്തോടെ വേണം ഈ ഗ്യാസ് കുറ്റി ചുമന്നുകൊണ്ട് വരാൻ വേണ്ടി. മിക്കവർക്കും രോഗികളാണ്. ഞാൻ വീടുകൾ അവിടെ 3-4 വീട്ടിൽ കയറിയപ്പോൾ അവരെല്ലാം രോഗികളാണ്. അവർക്കൊന്നും ഇതെടുക്കാൻ പറ്റത്തില്ല.
ഏറെക്കുറെ അരമണിക്കൂറിന് മുകളിലെടുത്ത് ഞാൻ ഇവിടം വരെ ഈ വഴി മറ്റേ റോഡിലോട്ടൊന്ന് എത്തിപ്പെടാൻ വേണ്ടി. അത് തന്നെയല്ല, ഈ ഇവിടം കയറി കഴിഞ്ഞാൽ ഉണ്ട് ഇവിടെയൊക്കെ വഴിയെന്ന് പറയുന്നതില്ല. എനിക്ക് തോന്നുന്നു വയനാട്ടിൽ പോലും ഇത്രയും ദുരിതം ആർക്കും വരത്തില്ലെന്നാണ് തോന്നുന്നത്. ഇത് മുകളിലോട്ട് വേറെ ഒരു തൊണ്ടാണ്, നമുക്ക് അങ്ങോട്ടും ഒന്ന് കയറാം. ഇത് മറ്റേ റോഡിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൽ ഒരു വിധത്തിലും നടന്നു പോകാൻ പറ്റുന്നുണ്ട്. വഴിയിൽ മുഴുവൻ കല്ലും കിടക്കുന്ന, ഒരു നല്ല സ്റ്റെപ്പ് പോലും ഇല്ല. തൊട്ട് മുകളിക്കൂടെ ഇവിടം വരെയാണ് വാഹനം വരുന്നത്. ആശുപത്രി പോണേലും വാഹനങ്ങൾ ഇവിടെയേ വരത്തുള്ളൂ. നിങ്ങൾ നോക്കി, ഇവിടുന്ന് പ്രായമുള്ളവർ എങ്ങനെ മുകളിലോട്ട്, എനിക്ക് തന്നെ ഇവിടുന്ന് കയറാൻ വേണ്ടി മുകളിലോട്ട് കയറാൻ വേണ്ടി പേടിയായിരുന്നു. മൊത്തം തെന്നി വഴുതി, ഇത് കണ്ട് മൊത്തം പായൽ പിടിച്ച്. ഇതാണ് റോഡ്. ഇവിടെ ഒന്ന് വന്നു കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അവർ ഒരു വലിയ കടമ്പ കടക്കണം. ഇവിടുന്ന് ഞാൻ തിരിച്ച് ആ വീട്ടുകാരൊരിക്കലോട്ടൊന്ന് പോകാൻ ഇറങ്ങാൻ നോക്കിയിട്ട് കുറച്ച് പാടുപെട്ടു. നിങ്ങൾ നോക്കി കാണുമ്പോൾ അറിയാം, ഇവിടെ നിന്നൊന്ന് തെന്നി വീണെങ്കിൽ ഉണ്ട്. ഈ സൈഡും വഴി ഞാൻ ഈ ഇവിടുത്തെ കയ്യാലെല്ലാം പിടിച്ചോണ്ടാണ് ഞാൻ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്നത്. ഇവിടുന്ന് വീണ പിന്നെ കമ്പത്തിന് കൊണ്ടുപോയാലോ മാറത്തുള്ളൂ, ആ പരുവാവും. ഉണ്ടോ പൈപ്പും അല്ല. ഇത് പകലത്തെ കാര്യമാണ്. രാത്രിയിലാവുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ഇതെങ്ങനെ ഇതിലെ രാത്രി നടന്നു പോരുക എന്നുള്ളത്. ഇതാണ് ഈ 8 വീട്ടുകാരുടെ ദുരിതക്കാഴ്ചയാണ്. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ട് പോയതാണ്. അന്നൊക്കെ ഇവർക്ക് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തതാണ്. ഇതുവരെ ഈ ഭാഗത്തോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാ ഇലക്ഷൻ്റെ സമയമാകുമ്പം രാഷ്ട്രീയക്കാർ മുഴുവൻ ഇവിടെ വോട്ട് ചോദിച്ചു ചെല്ലും. അന്നേരം മാത്രമാണ് ഇവർ കാണുന്നത്. പിന്നെ അവരുടെ കാല് പിടിച്ച് ഇവർ നടക്കുകയാണ്. ഇതാണ് ഈ 50 വർഷമായിട്ട് അല്ലെ 40 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമാണല്ലോ. മൊത്തം എത്ര വീടുണ്ട് ഇവിടെ? ആ, എല്ലാരും ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. രാത്രിയിലൊക്കെ എങ്ങനെ വരും ഇതില്? ഇത് ഏറെക്കുറെ എത്ര വർഷമായി ഇങ്ങനെ കിടക്കാൻ വേണ്ടിട്ട്? ആണല്ലേ? ഞാൻ കണ്ടു ഒരുപാട് കയ്യാല ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ഈ വഴിയാണോ ഉപയോഗിക്കുന്നത് അല്ലേ? അവിടുന്ന് എങ്ങനെ ഇറങ്ങി വരും? അവിടെ ഒരു വിധത്തിലും ഇറങ്ങി വരാൻ മേലല്ലോ മുകളിൽ നിന്ന്. അവിടെ ഞാൻ തെന്നിയെല്ലാം അവിടെ പൈപ്പ് കടലും ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് ഈ കയ്യാലെ ഇങ്ങനെ കുറച്ച് ഈ ഇടിഞ്ഞു വീഴുന്നത് ഇതെല്ലാം കൂടെ ഇത് തന്നെ അല്ലാണ്ട് ആ മുക്കടയിൽ ഒരു കെട്ടിടത്തിന്റെ ടാങ്ക് പോലെ പണിത് വെച്ചാ. അതെ. പിന്നെ ഈ മേളിൽ നിന്നുള്ള വെള്ളം നേരത്തെ അതിലേ പോകുന്നതായിരുന്നു. ഇപ്പൊ ഇവിടെ ഇത് ഈ പൈപ്പിന്റെ ഇതുമെല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോ ഈ വെള്ളം മുഴുവൻ ഈ തൊണ്ട് വഴി പോയിട്ട് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല മഴയാണ്. ഞങ്ങൾ ഇത്രയും മഴ തുടങ്ങിയപ്പോ ഈ കളി അല്ലേ? തുടങ്ങിയപ്പോഴേ ഈ കളി. ഇത് കുറച്ചുകൂടി ആവുമ്പോൾ നമുക്ക് ഇതിനകത്തോട് ഒട്ടും വയ്യ. ഇതിലെ കയറാനൊക്കെ അപ്പുറം വഴി കയറാനും. ഇവിടെ വണ്ടിയുള്ളവർ വല്ലവരും ഉണ്ടോ ഇവിടെ? എല്ലാ വണ്ടിയും വഴിയിലൊക്കെ ഇരിപ്പുണ്ട്. ആണോ? ആർക്കും വണ്ടിയൊന്നും ഇങ്ങോട്ട് വരത്തില്ല അല്ലേ? അവിടെ എത്ര വീടുണ്ടോ അങ്ങോട്ട്? അങ്ങോട്ട് 4-5 വീടുണ്ട്. 4-5 വീടുണ്ടോ? നിങ്ങളെല്ലാം ഈ വഴി തന്നെ ഉപയോഗിക്കുന്നത്? ഇതേ ഉള്ളു വഴി. ഇത്രയും വർഷമായിട്ട് പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ലേ? ഞാന് നമ്മുടെ ഇവിടുത്തെ മെമ്പറെ വിളിച്ചായിരുന്നു. അങ്ങനെ മെമ്പറെ വിളിച്ചപ്പോഴത്തേന് ഈ വർഷം ഒരു സ്കീമുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഈ വഴിയുടെ മെയിൻ്റനൻസിന് വേണ്ടി തൊണ്ടിൻ്റെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പം പഞ്ചായത്ത് ഭരണ സമിതിയുടെ കാലാവധി അധികം ദിവസം മാസമൊന്നും ഇല്ലല്ലോ. എല്ലാരും പറയുന്നത് ഇപ്പൊ ശരിയാക്കാന്ന് പറയുന്നത്. അതെ അതെ. ഇന്നലെ ഞാൻ പറഞ്ഞോണ്ട് അപ്പുറത്തെ ആ കൊത്തം പോയി അവനും ഞങ്ങളുടെ പ്രസിഡന്റിനോട് പറഞ്ഞു. ഇപ്പൊ ഈ മഴക്കാലത്ത് എന്നാ ചെയ്യാനാണ്? അല്ല, ഈ മഴക്കാലം ഇപ്പോഴല്ലല്ലോ വരുന്നത്. ഇതിനു മുമ്പ് ഇതുപോലെയുള്ള പ്രശ്നമുള്ളതല്ലേ? ഇപ്പം വന്ന
അവിടെ കണ്ടോ ആ താഴോട്ടുള്ള അല്ല ഇവിടെ ഒരാൾ അസുഖമൊക്കെ വന്ന ആശുപത്രി കൊണ്ടുവന്നൊക്കെ ഇവിടെ ശവം കൊണ്ടുവന്ന് വഴി വെച്ച് പൊതുദർശനം നടത്തിയിട്ട് കൊണ്ടുപോവുക. ആണല്ലേ? ശവം ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. ആ ഇത് കുറച്ച് ഭയങ്കര കേട്ടോ. ഇത്രയും ഇതുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ പുതുപ്പള്ളിലൊക്കെ ആണെങ്കിലും പല തൊണ്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നടന്നു പോകാനുള്ള ഇതുണ്ട്. പക്ഷെ ഇത് ഒട്ടും നടക്കാനും മേലെ വെള്ളമൊഴുക്ക് ഞങ്ങളുടെ ഇതിലെ മൊത്തം ആക്കി വിട്ടിരിക്കുക. അതുപോലെ തന്നെ ഈ പൈപ്പുകളിൽ ഒരെണ്ണം കുഴലും മതി. പഴയ കുഴലിന് മാറിയതെടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് അവരും ചെയ്യുകയില്ല. മറ്റേ ഇത് ജലനിധിയുടെ പൈപ്പിന്റെ ആയിരിക്കും. അതിന്റെ കണക്ഷൻ എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാവർക്കും. വെള്ളമുണ്ട്. ആ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ട്. മനുഷ്യന് വേണ്ടത് വഴിയും വെള്ളമാണ്. പക്ഷെ നിങ്ങൾക്ക് വെള്ളമുണ്ട്, വഴിയില്ല. വഴിയില്ലല്ലേ? അതെല്ല എന്നാ പറയാ, ഞാൻ ഈ അടുത്ത ഇടയിൽ നമ്മുടെ ഈ കാവാലച്ചിറ സ്ഥലമില്ലേ, കാവാലച്ചിറ നമ്മുടെ നാരകത്തോടിനടുത്ത്, അവിടെ ഒരു ഇതുപോലെ 1-2 ആശുപത്രി കേസുകളിനൊക്കെ വന്നിട്ട് അവർക്ക് ഒരു വിധത്തിലും ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ, എത്ര പേര് വേണമെന്ന് പറയുന്നു എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. ഒരു മരണം വന്നാൽ ഒന്ന് ബോഡി എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ വഴിയില്ലെങ്കിൽ എന്നെ എടുക്കാൻ പറ്റും. ഇത്ര ഇതാണെന്നുള്ള അറിഞ്ഞില്ല കേട്ടോ. ആ നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഇത് തന്നെ അല്ലേ? ഞങ്ങൾ ആവശ്യപ്പെട്ടു എടുത്തും പറഞ്ഞു എടുത്തും മടുത്തു. കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ പുള്ളിക്കാരി പഞ്ചായത്തിൽ പറഞ്ഞപ്പോ പഞ്ചായത്തുകാർ പറയുന്നോ പൈസ ഇല്ലെന്ന്. അത് പിന്നെ പഞ്ചായത്തിന് ഒരിക്കലും പൈസ കാണത്തില്ല. അവർക്ക് കഴിഞ്ഞിട്ട് ഒരു കാര്യം നടക്കത്തില്ല. പൈസ ഇല്ലെന്ന് പറഞ്ഞ, പക്ഷെ ഈ വഴിയൊന്നും ചെയ്യാൻ അവർക്ക് പറഞ്ഞ പൈസ ഇല്ല. അല്ലാതെ ഈ നടപ്പാതെ ഇല്ലാത്ത വഴിയൊക്കെ ശരിയാക്കാൻ അവർക്ക് ഇതൊന്നും അല്ല. ഈ തൊഴിലുറപ്പുകാരെ കൊണ്ട് വെള്ളമൊഴുക്കുള്ള തൊണ്ടുകൾ മുഴുവൻ ചെയ്യിക്കുന്നുണ്ട് ഈ പഞ്ചായത്ത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കാശ് മുടക്കി ഞങ്ങളുടെ ഈ തൊണ്ടിന്റെ ഇവിടം പറഞ്ഞിട്ട് അതുപോലും ചെയ്യിച്ചു തരാൻ ഈ പഞ്ചായത്തിലുള്ള സാർമാർക്ക് കഴിയുന്നില്ല. ഇപ്പൊ ഈ വഴി വെട്ടുന്ന പ്രശ്നം വന്നപ്പോഴത്തേനെ നിങ്ങൾ വഴി വെട്ടുമെന്ന് ഓർത്താണ് ഇപ്പൊ ഈ 2 പറമ്പുകാർ കേസ് കൊടുത്തിരിക്കുന്നത്. അത് ഇഞ്ചക്ഷനോട്ട് എടുത്തിരിക്കുന്ന അതും വെട്ടരുതെന്നും പറഞ്ഞു മെമ്പർ കാരണം അതും പറഞ്ഞു. എന്നാന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ഇലക്ഷന് ഉണ്ടായത് ഇങ്ങനെയാ. പുള്ളി ഇവിടെ നിരപ്പാക്കി തരാം. പുള്ളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പുള്ളിയുടെ കുറ്റമല്ല. അവിടുന്ന് ഇവിടം വരെ ഞങ്ങൾക്ക് മണ്ണടിച്ച് പൊക്കിത്തരാം. അതിനുവേണ്ടി പുള്ളി ആൾക്കാരെ കൂട്ടി ഇവിടെ വന്ന് മീറ്റിങ്ങിന് വന്നു 2 വട്ടം. അപ്പൊ ഇവിടെ ഒരു ചെറ്റകിടപ്പുണ്ട് കണ്ടുകൂടെ. ആ പുള്ളി എന്നെ എടുത്തു പിന്നെ പരാതി ഇവരെ കൊണ്ട് കൊടുപ്പിച്ചാ ഞങ്ങൾ കയ്യാലെ പൊളിക്കാൻ പോവുക, വഴി വെട്ടാൻ പോവുക. അതിന് മുൻകൂറായിട്ട് അവര് ഇതെടുത്ത് വെച്ചിരിക്കുകയാണോ? എടുത്തു വെച്ചാ ഇവരും ഈ ഇപ്പറമ്പുകാരും താഴത്തെ പറമ്പുകാരും ഇങ്ങ വശക്കാരും. അതിന്റെ അങ്ങേ മൂലിക്കത്തെ ആളും ഈ ഇടയ്ക്കത്തെ ആളും സമ്മതിച്ചിട്ടുണ്ട് തരാമെന്ന്. അതിന്റെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന ഒരു കൂട്ടരും ഇവനുമാ ഇപ്പൊ സമ്മതിക്കാത്ത ഇവൻ. ഇവർക്കൊക്കെ ഒരുപാട് ബസ് ഉള്ളവരല്ലേ? ഈ ബസ് വേണ്ട അവിടെ ഞാൻ കണ്ടു ഒരുപാട് ഏക്കർ സ്ഥലമുള്ള വേണ്ട വഴിയുടെ അങ്ങനെ ചുറ്റി അവിടെ മേള് വരെ എന്തേ ഇടിയേണ്ട ഭൂമിയാണ് കിടക്കുന്നത്. ഇല്ലാത്ത ആളൊന്നുമല്ല. ഈ തൊണ്ട ഇറക്കി വെച്ചാൽ അതുകൊണ്ട് അവിടെ സാർ എടുക്കാം. ഞാൻ കണ്ടു എല്ലായിടും ഇതുപോലെ തന്നെയാണ്. ഒരുപാട് കയ്യാൽ ഇടിഞ്ഞും കിടക്കുന്നുണ്ട്. അവിടെ ഞാൻ ഇറങ്ങുന്നതൊക്കെ ഈ വെള്ളമൊഴുക്ക് എത്ര നാളുണ്ട് ഇനിയിപ്പോ? ഇത് 6-7 മാസത്തോളം ഇങ്ങനെ വെള്ളമൊഴുക്കുണ്ടല്ലേ? മഴ തുള്ളി എടുക്കുമ്പോൾ ഇച്ചിട്ട് പറയും. അത് കഴിയുമ്പോൾ വീണ്ടും അത് അതുപോലെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. വേറെ എങ്ങോട്ടും നമുക്കൊന്നും കിടക്കാനുള്ള ആശ്രയമില്ല. ഒന്നുമല്ല. സമ്മതിക്കുകയില്ല. ഇതിലൊന്നും കയറാൻ സമ്മതിക്കുകയില്ല. അപ്പഴങ്കാർ സമ്മതിക്കുകയില്ല. പിന്നെ എതിയാ കിടക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരാതി ഉണ്ടാക്കേണ്ടി വന്നത്. അതെ അതെ അതൊരു കഷ്ടമുണ്ട്. എന്തായാലും നീക്കുമൊക്കെ ഉണ്ടാകുമെന്ന് വരില്ല. ഉണ്ടാകട്ടെ നടത്തോണ്ട്. ഇപ്പൊ ആ ചളക്കത്തോട് നടന്ന് കുരുന്ന പിന്നെ അതെ അതെ ഞാനിപ്പോ അവിടെ നിന്ന് ഒരു വിധത്തിൽ ഇവിടെ വരെ വന്നത്. അവിടെ ഒട്ടും കിടക്കാൻ പറ്റും. അവിടെ കയ്യാൽ കിടക്കുന്നില്ല. അവരൊക്കെ മതിൽ കെട്ടിയാൽ തീർന്നല്ലേ? മതിൽ കെട്ടി ഒട്ടും നമുക്ക് വരാൻ പറ്റത്തില്ല. അയാൾ ആ കെട്ടിടവും കൂടെ മേടിച്ചാ ഇതും കൂടെ കുളം കൂടെ കുത്തി അവിടെ ഇട്ടേക്കുന്ന അത്രയും അതിനകത്ത് പിടിക്കുന്നത്. അത് ആ ഒരു തൊണ്ട് അതിലേ ഉള്ളത് ആവട്ടെ. അതാ കലിങ്ങിന്റെ അങ്ങോട്ട് ആ തൊണ്ട് അവിടെ ഒരു തൊണ്ടില്ലേ? ആ കലിങ്ങിന്റെ അത് മൊത്തം അടഞ്ഞു പോയിരിക്കാന്നോ അല്ലേ? അത് കളിക്കണ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. തൊഴിലുറപ്പുകാരെ കൊണ്ട് മണ്ണ് കോരി ചെടിക്കാണെങ്കിൽ ആ വെള്ളം കുറെ ഒഴുകിപ്പോകും. പൊക്കോളൂ. അതുപോലും പഞ്ചായത്തും ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നില്ല. അവര് പറയുന്നത് അവർക്ക് അതിന് പൈസ ഇല്ല, അല്ലെ എവിടെയാ അങ്ങനെ ഇങ്ങനെയാ എന്നാ പറയുന്നത്. ഇവിടെ ഇത്രയും വീട്ടുകാർ താമസിക്കുന്നുണ്ടെന്ന് ഈ പഞ്ചായത്ത് അറിയത്തില്ല. ഈ ഇലക്ഷൻ മാത്രമാകുമ്പോൾ ഇത് 2ാം വാർഡല്ലേ പുതുപ്പള്ളിപ്പിന്റെ അല്ലേ? മീനടത്തിന് 2ാം വാർഡ് ഇലക്ഷൻ ആകുമ്പോൾ മെമ്പർമാരും അതെല്ലായിടത്തും അങ്ങനെ. ഇലക്ഷൻ ഇനിയിപ്പം വരും എല്ലാവരും. ഇപ്പൊ ഇനി അടുത്തില്ല, ഇനി എല്ലാവരും ഓടി വരും. വഴി തരാം, മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് വരും. രോഗികളെ സഹായിക്കാം, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു വരും. അതെ അതെ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അല്ല ഇതൊരു ആശുപത്രിയിലൊക്കെ രാത്രി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ലേ? അടുത്ത കാലത്ത് എന്നെ കൊണ്ടൊന്ന് പോയ അവസ്ഥ. ഇനിയുണ്ട് കുഞ്ഞു കുട്ടികളടക്കം മേലിലുണ്ട്. അവരൊന്നും ഇവിടെ ഇല്ല. ഇന്നലെ മിനിങ്ങാന്നൊക്കെ അവർ നോക്കിയിരുന്നു. ഞാൻ ഇവിടുത്തെ മുകളിലത്തെ വഴിയും കൂടെ ഒന്ന് കാണട്ടെ. കാണട്ടെ ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. അവിടം വരെ ഉണ്ടോ? മോള് വരെ? മോളെ
ആ തൊണ്ടിലെ ദുരിതം മാത്രമല്ല, ഇവരെ എല്ലാം വീടുകളിലോട്ടും ഇതുപോലെ തന്നെ തൊണ്ടുകളാണ്. 3-4 ചാക്ക് സിമെൻ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം വഴിയൊക്കെ ഒന്ന് നടപ്പാതെ സഞ്ചാരയോഗ്യമാക്കാൻ പറ്റും. അതിനൊന്നും ആർക്കും നേരെയില്ല. ഒരിടത്തും മീണം പഞ്ചായത്തല്ല, എല്ലാ പഞ്ചായത്തിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. മറ്റുള്ള ഓരോരോ വികസന പ്രവർത്തനങ്ങൾ നടത്തി ലക്ഷങ്ങൾ കളയുന്നതിന് ഒരു കുഴപ്പമില്ല. പാവങ്ങൾക്ക് 10 പൈസ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ചങ്ക് പൊട്ടും എല്ലാവരുടെയും. ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഒന്നുമല്ല. ഇതിനൊക്കെ ഫണ്ടുകളുണ്ട്, പക്ഷെ അതൊന്നും ചെലവാക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെല്ലാം മീറ്റിംഗും എല്ലാം കൂടുകയെല്ലാം ചെയ്തു ഇവിടെ? ആ ആ അല്ല, ഇവിടുത്തെ വീട്ടുകാരെല്ലാമായിട്ട് ഒന്ന് കൂടി ആലോചിച്ചിട്ട് പഞ്ചായത്തിൽ പറയാം, അങ്ങനെയൊക്കെ ചെയ്തോ? പരാതിയായിട്ട് കൊടുക്കാം. ഉണ്ട്. ആ ആ ഉമ്മൻചാണ്ടി സാർ ഇല്ല വന്നാ അല്ലേ? ആ ആ സമയത്താണോ വന്ന് കാണാൻ വന്നത്? ഈ വരുന്ന വെള്ളം മുഴുവൻ അല്ലേ? അതാരും ചെയ്യത്തില്ല. ആ ഞാൻ ഓർക്കാം, പിള്ളേരൊക്കെ പിന്നെ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന അതിലേക്ക് പിള്ളേരെ ഒറ്റയ്ക്ക് എങ്ങനെ വരുന്നത്? നമ്മളവിടെ എങ്ങാനും വല്ല കാടോ വല്ല പുല്ലോ വല്ലതും പറിക്കുവാണെങ്കിൽ അന്നേരം ആ പുളി ഓടി വന്ന് ആണല്ലേ പറിക്കാൻ പറ്റത്തില്ല അതും പറഞ്ഞു. അത് വൃത്തിയാക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഇതെല്ലാരും പോകുമ്പോ ഇതെല്ലാം കൊണ്ടുപോകുന്നവരല്ലേ? അല്ലേ? അല്ല, നമ്മുടെ വഴിയുടെ പരിഗണിക്കാൻ ഗ്രാമസഭ ഏത് കേസാ കിടക്കുന്ന? അവര് പറമ്പിൽ അവരുടെ പറമ്പ് എടുത്തിരിക്കുന്നതല്ല, അല്ലാതെ ഈ തൊണ്ടിനൊന്നല്ലോ. തൊണ്ട് പഞ്ചായത്തിന്റെ ഭാഗമല്ല. തൊണ്ട് ഞാൻ ഉണ്ട്. അതെ, ഈ തൊണ്ടിന്റെ ബാക്കി തൊണ്ടാണ് മേലോട്ട് കിടക്കുന്ന വഴിയില്ലേ? അതെ, ഈ തൊണ്ടിന്റെ ബാക്കി അത് ആ വഴിയല്ലേ? കയ്യാതെ വെപ്പിക്കാൻ ഇതിന്റെ താഴോട്ടുള്ളതുകൊണ്ട് അങ്ങോട്ടാ കിടക്കുന്നത്. അല്ല, ഇത് നന്നാക്കുന്നതിന് കേസുമായിട്ട് ബന്ധമൊന്നുമില്ല. കാരണം ഇത് പഞ്ചായത്തിന്റെ തൊണ്ട്, അതിന് അവർക്ക് അവകാശമൊന്നുമില്ല. അത് നന്നാക്കാൻ പഞ്ചായത്തിന് അധികാരമുള്ളൂ. കേസ് അതിന്റെ വഴി കിടന്നോട്ടെ. കേസ് ഞങ്ങളുടെ പഞ്ചായത്ത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത്. മെമ്പർ ജയിക്കുന്ന കാര്യം പറയും, ചെയ്തു തരാൻ പറ്റാവും. എല്ലാ മെമ്പർമാരും പറയും. വൈലൈറ്റ് പോലും ഇല്ല. അത് പറഞ്ഞിട്ട് അതും ഇല്ല. ആണല്ലേ? ഒറ്റ പോസ്റ്റൽ ലൈറ്റ് ഇല്ല അല്ലേ? ആ മൂലയ്ക്ക് പോയിട്ടില്ല. ഈ അടുത്ത ദിവസം ഒരു പാമ്പ് തലകൊക്കിട്ട് എങ്ങോട്ട് ഓടാനാ? ഇതിനകത്തോടെ ഇതിനകത്തൊക്കെ പാമ്പ് വന്നില്ലല്ലോ, അതിശയുള്ളൂ. അതുപോലെയല്ല അവിടെ കിടക്കുന്നത്. ഓടാനാ. അപ്പൊ നിങ്ങളാരും ഇനി അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, നിങ്ങളാരും ചെയ്യുന്നെന്ന് പറഞ്ഞേക്കാം. അന്നേരം MLA ഒക്കെ ശ്രദ്ധയിലൊന്ന് പെരട്ടെ. ഇത്രയും വീട്ടുകാർ ഇവിടെ കിടന്ന് ദുരിതാനുഭവിക്കുന്നേ. ആണല്ലേ? ഒരു കണ്ണിന് കാഴ്ചയില്ല. പിന്നെ നമ്മൾ ചെയ്യാവുന്ന രീതിയിൽ കൂടെയൊക്കെ പഞ്ചായത്തിലും അവിടെ ഇവിടെ നമ്മൾ മറ്റു മനുഷ്യരെ മുഷിപ്പിക്കണ്ടെന്ന് ഓർത്ത് ചെയ്യുമ്പോൾ അവര് നമ്മളോട് ഒട്ടും ധാരണയില്ലാതെ അവർ. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഈ പഞ്ചായത്തില് ഞങ്ങൾ ഈ 10 വീട്ടുകാരില്ലെന്നാ വിചാരിച്ചിരിക്കുന്നത്. അതെ അതെ, നമ്മുടെ വോട്ട് മാത്രം മതി. ഞങ്ങളുടെ മെമ്പറും അങ്ങനെ തന്നെയാണ്. അതെ അതെ. ഈ ഭാഗത്ത് നമ്മൾ ഇത്തരം ആൾക്കാരില്ല. ഇല്ല. നോട്ടീസ് പോലും ഞങ്ങൾക്കില്ല. അത് പിന്നെ അറിഞ്ഞും കേട്ടും ഞങ്ങൾ അതിനൊക്കെ മറുപടിയാണ് നമ്മുടെ ചൂണ്ടുവരലെ പറ്റുന്ന മഷി കേട്ടോ. വഴിലൈറ്റും വേണം, വഴിയും വേണം. അത് ശരിയാണല്ലോ. ഗ്യാസ് കുറ്റിയൊക്കെ അന്നേരം എങ്ങനെ എവിടുന്ന വരുന്നത്?
അവിടെയാണോ ഗ്യാസ് വണ്ടി വരുന്നത്? ഇത് തന്നെ. അയ്യോ, എങ്ങനെയല്ലേ? ഒറ്റയ്ക്കൊക്കെ ആണെന്ന് എന്നെ എടുക്കാൻ പറ്റും അല്ലേ? ആ, ഇതായാലും എല്ലാവരും ഒന്ന് അറിയട്ടെ. ശരി. ആ ആ ആ ആ ഇവരുടെ ഈ ദുരിത കാഴ്ചകൾ ആരും കാണാതെ പോകരുത്. ഒരു വഴി ലൈറ്റ് പോലും ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ പോസ്റ്റ് കണ്ടില്ല, നിങ്ങൾ കണ്ടില്ല, ഒറ്റ ബൾബ് പോലും ഇല്ല. മറ്റുള്ളിടത്തൊക്കെ പകൽ വരെ കത്തിക്കിടക്കുകയാണ്. ഇനി തിരിച്ചു പോകാൻ തന്നെ ഞാൻ പാടുപെടും, കാരണം അതുപോലെ ബുദ്ധിമുട്ടാണ് നടന്നു പോകാൻ വേണ്ടി. ഇവിടുന്ന് വലത്തോട്ടുള്ള ഒരു ചെറിയ തൊണ്ടുണ്ട് ഈ കാണുന്നത്. ഇതൊക്കെ വൃത്തിയാക്കി ഇവിടുന്ന് മെയിൻ ഇവിടുത്തെ റോഡിലോട്ട് ഇറങ്ങാൻ അധികം ദൂരം ഇല്ലെന്നാണ് പറഞ്ഞത്. അതെങ്കിലും ഒന്ന് ശരിയാക്കുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം ഇവിടെ കെട്ടിക്കിടക്കാതെ വെള്ളം ഒഴുകിപ്പോവും. അങ്ങോട്ട് പോയതാ, നിങ്ങളുടെ വഴി കാണാൻ വേണ്ടി പോയതാ. അതെ കണ്ടുകൊണ്ട് എല്ലായിടവും കണ്ടു. കുറെ ഭയങ്കര കേട്ടോ. എല്ലാവരും ഇതല്ലേ രാത്രിയിലൊക്കെ വന്നേ? ആ അതൊക്കെ പിള്ളേർക്ക് മിലായിയൊക്കെ വന്നു കഴിഞ്ഞല്ലേ? ആ വെള്ളമൊഴുക്കും. ആ ശരിയാ. നമുക്കിനി ഈ വാർഡിലെ മെമ്പറെ കൂടെ കാണാം. മീനടം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് മെമ്പർ പ്രസാദ് നാരായണനാണ്. നമുക്ക് അദ്ദേഹത്തെ കൂടെ കണ്ട് ഈ വഴിയുടെ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം എന്താണെന്നുള്ളത് അതും കൂടെ അറിയാം. ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ചായിരുന്നു. അന്നേരം പറഞ്ഞു നമുക്ക് സംസാരിക്കാൻ പോരാൻ പറഞ്ഞു പഞ്ചായത്തിലോട്ട്. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മാളിയപ്പടിക്ക് സമീപമുള്ള മീനടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ്. നമുക്ക് മീനടത്തെ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ പ്രസാദ് നാരായണൻ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഇതിൻ്റെ വിവരങ്ങളെല്ലാം ചോദിച്ചറിയാം. മീനടം പഞ്ചായത്തിൻ്റെ 2ാം വാർഡ് കടിപ്പിപ്പടിയിൽ അല്ലേ? ആ കടിപ്പിപ്പടിയിൽ നിന്ന് അകത്തോട്ട് പോകുന്ന കുറച്ച് വീട്ടുകാർക്ക് ഒരു 8 വീട് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അവർക്ക് 8 വീട് താമസക്കാരുണ്ട്. ഉണ്ട്. അവർക്ക് 8 വീട്ടുകാർക്ക് വർഷങ്ങളായിട്ട് വഴി സൗകര്യമില്ല. അപ്പോൾ ആ വിഷയം താങ്കൾ മെമ്പറായ സമയത്ത് ഈ കാര്യങ്ങൾ പറയുകയും അവർ എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പം മെമ്പർ അതിന് പരിഹാരം കാണാമെന്നൊക്കെ പറഞ്ഞു. പല പ്രാവശ്യം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ? ഞാൻ ആ വാർഡിലെ മെമ്പറായിരുന്നു ഒരു പ്രാവശ്യമല്ല, ഈ പ്രാവശ്യമല്ല. അതിന് ഒരു ടേണിന് മുമ്പത്തെ ടേണിന് അവിടെ മെമ്പറായിരുന്നു. അപ്പൊ അവിടെ വഴി എന്ന് പറഞ്ഞാല് നടപ്പാതയാണ്. അപ്പൊ അത് ആശ്രയഷിപ്പ് എടുത്തത് പിന്നെ കൃത്യമായിട്ടല്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം ആശ്രയഷിപ്പ് എടുത്താനുള്ള ശ്രമം നടത്തിയത് ആശ്രയഷിപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടാമത് അവിടുത്തെ താമസക്കാരെ സംബന്ധിച്ചുള്ള ഞാൻ ഇലക്ഷൻ നിൽക്കുന്ന സമയത്തും അതിന് മുമ്പൊക്കെ ആ വലിയ പ്രശ്നമുള്ളതാണ്. അപ്പൊ അത് വഴി വെട്ടാമെന്ന്
വെട്ടി കൊടുക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനം ഉണ്ടാകുകയും ജനകീയമായിട്ട് കുറെ പേര് സംഘടിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പൊ അവർക്ക് അന്നേരം നമ്മൾ പറയുന്ന രീതിയിലുള്ള വഴി അവർക്ക് താല്പര്യമില്ല, അവർക്ക് വേറെ രീതിയിൽ വേണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞതനുസരിച്ച് അല്പ കാലതാമസം കൊടുത്ത സമയം കൊണ്ട് അവരെ വസ്തു ഉടമകൾ കോടതിയിൽ കേസ് കൊടുക്കും. ഇവര് വഴി വെട്ടുന്നതിന് വേണ്ടിയാണ് അവർ നേരത്തെ കോടതിയിലോട്ട് കേസ് കൊടുത്ത് അവര് എല്ലാവരും വഴി ഉടമകൾ ആ വഴിയുടെ 2 സൈഡിലുള്ള പറമ്പിന്റെ ഉടമകളെല്ലാവരും കൂടി കോടതി കേസ് കൊടുത്തു. ഇപ്പൊ അതിനകത്ത് ആ താമസിക്കുന്നവർ മുഴുവനും പ്രതികളായിക്കൊണ്ട് അവർ വഴി വെട്ടിട്ടില്ലല്ലോ, ഓൾറെഡി വെട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കോടതി കേസ് നടക്കാം. അപ്പൊ കേസ് നടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് പലരും അതിൽ നിന്ന് പിന്മാറി. അപ്പൊ അതുകൊണ്ട് പല ചർച്ചകൾ നടത്തി. പാമ്പാടി പോലീസ് സ്റ്റേഷനൊക്കെ ചർച്ച നടത്തിയതാണ്. അല്ലെ 1-2 പേര് സമ്മതം പറയുമ്പോൾ അടുത്ത 2 പേര് സമ്മതമില്ല വരും. അപ്പൊ കോടതിയെ സമർപ്പിച്ച് കോടതി കേസ് നടന്നുകൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് ഈ വഴി പഞ്ചായത്തിന് നന്നാക്കാമല്ലോ, കാരണം പറമ്പിനല്ലേ, പറമ്പ് എടുക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അതിന് കേസുള്ളൂ. വഴി എന്ന് പറയുന്നത് ആകെ ഒരു 1.5-2 അടിയേ ഉള്ളൂ, 3 അടി പോലും ഇല്ല. അപ്പൊ അതൊരു വലിയ കുഴിയിലാണ്. ഒരാളുടെ പറമ്പൊരു കുറഞ്ഞത് ഒരു 10 അടി താഴ്ചയിലൂടെയാണ് ഇവർ നടന്നു പോകുന്നത്. ഒരാൾ നടന്നു പോയാൽ മേലിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള പൊക്കമുള്ളത്. നമ്മളോട് നന്നാക്കാനായിട്ട് ആണ്ടിലാണ്ടിൽ തൊഴിലുറപ്പ് പേരെ കൊണ്ട് കാട് ചെത്തുന്നതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്താലും അവിടെ മണ്ണിടുകയോ അല്ലെങ്കിൽ മണ്ണ് എടുക്കുകയോ ചെയ്താൽ മാത്രമേ സഞ്ചാരയോഗ്യമാകുള്ളൂ. 1. 2 സഞ്ചാരയോഗ്യ ആകാത്തൊരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ ജനകീയാസൂത്രണ പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള ജൽജീവൻ പദ്ധതിയിലും ജലനിധി പദ്ധതിയിലും പെടുത്തിയുള്ളതിന്റെ ഒരു പമ്പ്. അതിന് നേരെ വാട്ടർ അതോറിറ്റി നേരിട്ട് നടത്തിയ സമയത്തുള്ളൊരു മെയിൻ ലൈൻ ഉണ്ട്, പൈപ്പ് കിടക്കുന്നുണ്ട്. അത് ഏറ്റവും അടിയിലാണ്. ഈ 10 അടി താഴ്ചയിലും അതിന് പിന്നെ മണ്ണിൽ താന്നിട്ടുണ്ട്. അപ്പൊ അത് മൂടി മണ്ണിട്ട് കഴിഞ്ഞാല് അതിനും മെയിൻ്റെനൻസ് വരുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം അതും എല്ലാവരോടും സഹകരിച്ചിട്ട് ആ പൈപ്പും മുകളിലാക്കുകയും വേണം. പിന്നെ സമീപവാസികളോട് വീണ്ടും കോടതിയിലുള്ളത് കൊണ്ട് കോടതിയിൽ ഗമ്യമായി ചർച്ച നടത്താമെന്നൊക്കെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ വരുന്ന സമയത്ത് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള അതിനെ ഫണ്ട് ചെയ്യാനും അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും പഞ്ചായത്തിനെതിരൊന്നുള്ള സ്ഥലമല്ല. ഇപ്പൊ ഭൂവുടമകള് കോടതിയിൽ കേസ് കൊടുത്തിട്ട് പോകുന്നു, നമുക്ക് അതിനകത്ത് നേരിട്ട് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഇപ്പം ഒരു കാരണവശാലും ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പം വളരെ വെള്ളത്തിന്റെ വളരെ ബുദ്ധിമുട്ടാണ്. താമസം മനുഷ്യന് പറ്റാത്തൊരവസ്ഥയാണ്. അത് നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. അത് തന്നെയല്ല, ഒരു ഗ്യാസ് കുറ്റി പോലും അവർക്ക് എടുത്തോണ്ട് മാനുഷിക പരിഗണന സത്യത്തിൽ ആ സമീപവാസികളെ ആ ഭൂ ഉടമകള് അവർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. അതൊരു മനസാക്ഷിയുടെ വിഷയമാണ്, മാനുഷിക പരിഗണന. സത്യമാണ്. അത്രയും വീട്ടുകാർ എന്ത് ബുദ്ധിമുട്ടെന്നുണ്ടെന്ന് അറിയാം. ആദ്യം പറഞ്ഞാൽ ഞാൻ ആദ്യ കാലത്ത് വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഞാനും അവരുടെ പക്ഷത്ത് അതിനുവേണ്ടി എന്നോട് പറഞ്ഞു മെമ്പർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഓരോരോ പ്രശ്നം കാരണം ഇങ്ങനെ നീണ്ടു പോവാന്ന് പറഞ്ഞു. അത് ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ അവരോട് വഴി കൊടുക്കാമെന്ന് ഒരു കൂട്ടർ പറയും. അപ്പൊ അവർ കുറെ നാളത്തേക്ക് സൈലന്റ് ആവും. പിന്നെ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ അങ്ങനെ പറഞ്ഞ് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ എവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രതിരോധ ശക്തി ഉണ്ടായി വരുന്ന സമയത്ത് അതിനെ തണുപ്പിക്കും. പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ ഇത് ചർച്ച പിന്നെ ഇതിനു മുമ്പ് അവിടെ പ്രധാനം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുടെയായിരുന്നു. അപ്പൊ അവരൊക്കെ പരിശ്രമിച്ചിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിൽ. അവരെന്നോട് പറഞ്ഞത് ഏറെക്കുറെ ഇപ്പൊ ഒരു 10-30 വർഷക്കാലമായിട്ട് ദുരിതം അനുഭവിക്കാന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഇനിയും പിന്നെ ഇപ്പൊ ഈ ഭരണസമിതിയുടെ കാലാവധി തീയല്ലേ അല്ലേ? തീർച്ചയായിട്ടും. അതിനിപ്പോ ഗ്രാമസഭയിൽ അവർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യമാണെന്നുള്ളതിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും സഞ്ചാരയോഗ്യമാക്കുന്നതിന് പഞ്ചായത്തിന് ഫണ്ട് വിനിയോഗം ചെയ്യാൻ പറ്റുന്നതിനുള്ള സാഹചര്യം വീണ്ടും പഞ്ചായത്തിന്. ഞാൻ അവരോട് അവിടെ തിരക്കിയപ്പം ഒരു മനുഷ്യന് ശരിക്കും ജീവിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് വഴിയും വെള്ളമാണ്. അപ്പൊ അവർക്ക് വെള്ളമുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങള് ഒന്നും തന്നെ ഇല്ല. ഇപ്പോഴൊക്കെയാണ് കുറെ 1-2 വീടുകളൊക്കെ മെച്ചമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ എല്ലാവരും പുറത്തു പോയി ജോലി ചെയ്യുന്നവരാണ്. മഴക്കാലത്തൊക്കെ വീട്ടിലെത്താൻ വളരെ വണ്ടി പോലും എത്തില്ല. ആശുപത്രി കേസായിട്ടൊക്കെ വന്നാലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി എന്ന് പറഞ്ഞ ആൾ താമസിക്കുന്നു. പുള്ളിയുടെ കാലിന് വയ്യാതായിട്ട് പുള്ളി ടൗണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പുള്ളി എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത് വളരെ പ്രയാസമാണ്. അതൊരു അതുപോലെ ഉമ്മൻചാണ്ടി സാർ ഒരു പ്രാവശ്യം അവിടെ വന്ന സമയത്ത് ഒരു വാഗ്ദാനങ്ങളൊക്കെ പലരും കിട്ടിയിട്ടുണ്ട്. ഒന്നും പ്രായോഗികമായിട്ടൊന്നും അവര് അവിടെ എന്ന് കഴിയുന്നു അതേ രീതി തന്നെയാണ് കഴിയുന്നത്. അത് തീർച്ചയായിട്ടും അത് കക്ഷി രാഷ്ട്രീയം മറന്ന് അവരെ സഹായിക്കേണ്ടതാണ്. അതെല്ലാവരുടെയും ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. വാർഡ് മെമ്പറത്തിൽ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതനുസരിച്ച് ചെയ്യാൻ പിന്നെ എന്റെ സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ചെയ്തു കൊടുക്കാനുള്ള രീതി വന്ന സമയത്ത് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ഗവൺമെന്റ് തലത്തിലാണ് അതിന് വേണ്ടത്. അതെല്ലാം അവര് കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും എന്റെ ഭാഗത്ത് യാതൊരു ഉദാസീനതയില്ല. അല്ല, അതെനിക്ക് മനസ്സിലായി. കാരണം അതുകൊണ്ടല്ല നമുക്ക് ആ വാർഡിലെ കാര്യങ്ങൾ മെമ്പറോട് തന്നെ ചോദിച്ചറിയണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ അവർ പറഞ്ഞായിരുന്നു. പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇപ്പൊ ഒരു വഴിയും വെള്ളം വിശ്വസിക്കും. അതെ അതെ. ഇപ്പൊ ഒരു വെട്ടാൻ ആരെങ്കിലും വഴി ആവശ്യമാണെന്നുണ്ട് ആരെങ്കിലും വന്ന് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അവരിൽ ഒന്ന് രണ്ട് പേരെ വിളിച്ചിട്ട് നിങ്ങൾ അതിന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല, ഞാൻ തന്നോളാന്ന് അവർ അതേപടി അത് വിശ്വസിച്ചു. അത് പറഞ്ഞു. ഇപ്പൊ ഒരു വഴി വെട്ടിയിട്ട് കേസ് ഉണ്ടാകുവാണെങ്കിൽ കുഴപ്പമില്ല, ഇത് വെട്ടുന്നതിന് മുമ്പ് കേസ് ആലോചന, അത് ഞാനവിടെ ആലോചന ഉണ്ടായതാണ്. അവിടെ പോയി അവരുമായിട്ട് സംസാരിച്ചു, നിങ്ങൾ തയ്യാറായി നിൽക്കണം, ഞങ്ങളുണ്ട്. ഇപ്പൊ മണ്ണ് അവിടെ നികത്താനുള്ള ആവശ്യമായ മണ്ണും ഒക്കെ ഞങ്ങൾ പറഞ്ഞു വെച്ച് റെഡിയാക്കാം. അതിന്റെ അതിന്റെ ഇടയ്ക്കൂടെ ഒരു താഴോട്ടൊരു തൊണ്ടില്ലേ, അതും ഇതിനകത്തുള്ള നടപ്പാതെയാണ്. അതൊന്ന് വൃത്തിയാക്കിയ അവർക്ക് അതൊരിക്കലും അവർക്ക് എല്ലാം നടക്കുമ്പോൾ അവിടെ ഒരു കലുങ്കുണ്ട്. കലുങ്ക് കറക്റ്റ് ഈ ഇതിന്റെ നടപ്പാതയുടെ അതേ അളവിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതും സഞ്ചാരയോഗ്യമാക്കുന്ന സമയത്ത് അയൽവാസികൾ അതിന് വേലി കെട്ടി കമ്പ്യൂട്ടർ കണ്ടാറുണ്ട്. അവിടെയും അത് അടയ്ക്കുന്ന ഒരു സ്ഥിതിയാണ്. എല്ലാവരും മാനുഷിക പരിഗണനയും സ്നേഹമൊക്കെ പറയും, പക്ഷെ പ്രവർത്തിയിലില്ല. അതെ അതെ. അപ്പൊ സഹകരിച്ചതിൽ വളരെ സന്തോഷം.